എഡ്ജ്ബാസ്റ്റൺ ടെസ്റ്റിൽ ഇന്ത്യക്ക് ചരിത്ര ജയം 336 റൺസിനാണ് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത്. ആകാശ് ദീപിന്റെ 6 വിക്കറ്റ് പ്രകടനമാണ് ജയത്തിൽ നിർണായകമായത്. 608 റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ഇംഗ്ലണ്ട് 271 റൺസിന് പുറത്തായി. ശുഭ്മാൻ ഗിൽ നായകനായ ശേഷമുള്ള ആദ്യ ജയമാണിത്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഗീസ് പീറ്റർ വിവരങ്ങൾ നൽകും. ഗീസ്, അഭിമാനകരമായ വിജയമാണ്. എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ പ്രകടനം? സ്മൃതി, തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നിമിഷമാണ്. മാത്രമല്ല, ഗില്ല് ടെസ്റ്റ് പരമ്പരയിൽ ആദ്യമായി ഇന്ത്യയെ നയിക്കുമ്പോൾ ഒരു ചരിത്രം കൂടി പിറന്നിരിക്കുന്നു എന്നതാണ്. 58 വർഷക്കാലത്തെ ഇന്ത്യക്ക് പിടിതരാതിരുന്ന എഡ്ജ്ബാസ്റ്റണിൽ ഇന്ത്യ ടെസ്റ്റ് സ്വന്തമാക്കി, അല്ലെങ്കിൽ ടെസ്റ്റിലെ മത്സരം സ്വന്തമാക്കി എന്നുള്ളത് തന്നെയാണ്. രണ്ടാം ടെസ്റ്റിൽ 336 റൺസിന്റെ കൂറ്റൻ ജയമാണ് ആതിഥേയരായ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ നേടിയത്. ഒപ്പം തന്നെ ഇന്ത്യ ഉയർത്തിയ 608 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം, അതിലേക്ക് ബാറ്റ് ചെയ്തിയ ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 271 റൺസിൽ അവസാനിക്കുകയായിരുന്നു. അത്ര വലിയൊരു കൂറ്റൻ സ്കോറിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ ഇന്ത്യൻ പേസർമാർക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ആദ്യ ഇന്നിംഗ്സിൽ ഇരട്ട സെഞ്ചുറി നേടിയ, ഒപ്പം തന്നെ രണ്ടാമത്തെ ഇന്നിംഗ്സിലും സെഞ്ചുറി നേടിയ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ കാര്യം അതെടുത്ത് പറയേണ്ടതാണ്. കളിയിലെ താരവും ശുഭ്മാൻ ഗില്ല് തന്നെയാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ആ ബൗളിംഗ് മികവ് തന്നെയാണ്. ആകാശ് ദീപിന്റെ ഇന്ത്യക്കായി മികച്ച പ്രകടനം. ബുംറ ഇല്ലാതെ ഒരു പേസർ നിരയെ ഇന്ത്യ എങ്ങനെ മുന്നോട്ട് നയിക്കും എന്ന ചോദ്യത്തിന് മറുപടിയാണ് ആകാശ് ദീപിന്റെ പ്രകടനം എന്നത് എടുത്തു പറയണം. കാരണം 6 വിക്കറ്റാണ് താരം നേടിയത്. അത് തന്നെയാണ് ആതിഥേയരെ പിടിച്ചു കെട്ടുവാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചത് എന്നതും. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് 99 പന്തിൽ കേവലം 4 സിക്സും 9 ഫോറും അടക്കം 88 റൺസ് എടുത്ത ജാമി സ്മിത്ത് മാത്രമാണ് ആതിഥേയരുടെ ബാറ്റിംഗ് നിരയിൽ ബാറ്റ് കൊണ്ട് തിളങ്ങിയത് എന്നതും ശ്രദ്ധേയം. അതും ഇന്ത്യക്ക് വലിയ ഒരു ആശ്വാസം തന്നെയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ചരിത്ര നിമിഷമാണ്. യുവതാരമായ ഗില്ല് ടീമിനെ നയിക്കുന്ന ആദ്യ മത്സരത്തിൽ തന്നെ എഡ്ജ്ബാസ്റ്റൺ പോലെ ഒരു ക്രിക്കറ്റിന്റെ ലോകവേദികളിൽ ഒന്നായ എഡ്ജ്ബാസ്റ്റണിൽ മികച്ച ഒരു 336 റൺസിന്റെ കൂറ്റൻ ജയം എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന നിമിഷവും ഒപ്പം തന്നെ ഒരു ആത്മവീര്യം നൽകുന്ന ഒന്ന് തന്നെയാണ്. അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടത് 5 മത്സരങ്ങൾ അടങ്ങുന്ന പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് കാലിടറിയെങ്കിലും രണ്ടാം മത്സരത്തിൽ ഇന്ത്യ തിരിച്ചുവരവ് അറിയിച്ചിരിക്കുന്നു. അത് വലിയൊരു ആത്മവിശ്വാസം നൽകും. കാരണം സീനിയർ താരങ്ങളില്ലാതെ ജൂനിയർ താരങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് നീങ്ങുമ്പോൾ വരും മത്സരങ്ങളിൽ ഇന്ത്യയുടെ ഭാവി എന്താണ്, ഇന്ത്യയുടെ ടെസ്റ്റ് ഭാവി എന്താണ് എന്ന ആശങ്കയൊക്കെ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഗില്ലിനെ കൊണ്ട് ടീമിനെ നയിക്കാൻ സാധിക്കുമോ? ഒരു IPL ടീം നയിച്ച താരമാണ്. അതുകൊണ്ട് ഗില്ലിനെ കൊണ്ട് ഇന്ത്യയുടെ ഒരു ടെസ്റ്റ് ടീമിനെ നയിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയുള്ള മറുപടിയാവുകയാണ് ഈ ചരിത്ര വിജയം. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഗീസ് പീറ്ററാണ് വിവരങ്ങൾ നൽകി.